ഓക്കെ, സോ ഏതൊക്കെ സെക്ഷനാണ് കവർ ചെയ്യുന്നതെന്ന് കണ്ടല്ലോ. സോ ആ സെക്ഷൻസൊക്കെ ഈ വീഡിയോക്കകത്ത് കവർ ചെയ്യും. സോ എക്സ്പെൻഡിച്ചർ ബൈ വേ ഓഫ് പേയ്മെൻറ്റ് ടു റൂറൽ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ പേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടുമെന്നാണ് ഈ സെക്ഷൻ നമ്പർ 35 CCA പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഈ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, റൂറൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയുള്ള പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു അസോസിയേഷൻ അപ്രൂവ്ഡ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഏതെങ്കിലും ഒരു അസോസിയേഷൻ അത് അപ്രൂവഡ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണെങ്കിൽ നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിലോട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നോട്ടിഫൈഡ് നാഷണൽ അർബൻ പോവർട്ടി ഇറാഡിക്കേഷൻ ഫണ്ട് ഇതിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് 100% ഡിഡക്ഷൻ. ഓക്കെ, ഏതെങ്കിലും ഒരു അസോസിയേഷൻ അപ്രൂവ്ഡ്, അവരുടെ ജോലി എന്താ, റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. സോ ഇത് അപ്രൂവ് ആയിരിക്കണം. നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ നോട്ടിഫൈഡ് നാഷണൽ അർബൻ പോവർട്ടി ഇറാഡിക്കേഷൻ ഫണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ ശരിക്കും ഡൊണേഷൻ പോലെയാണ് കൊടുക്കുന്നത് അല്ലേ, നമ്മളൊരു ഫണ്ടിലോട്ട് അങ്ങ് നിക്ഷേപിക്കുകയാണ്. ഡൊണേഷൻ, ഈ ശരിക്കും ഡൊണേഷൻ ഡിഡക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ 80C to 80U. ഈ ഡിഡക്ഷനിൽ 80Gയിൽ ഡൊണേഷൻ വരുന്നുണ്ട്. ബട്ട് ഇങ്ങനെ 100% കിട്ടിയ സാധനം നിങ്ങൾക്ക് എവിടെ കിട്ടൂല, 80Gയിൽ വീണ്ടും ഇതിന് ഡിഡക്ഷന് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 80 CCA. അടുത്തത് എക്സ്പെൻഡിച്ചർ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ്. സോ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിന് നിങ്ങൾ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്താൽ 100% ഡിഡക്ഷൻ കിട്ടും. അസസ്മെൻറ്റ് ഇയർ ഒന്നും എല്ലാ അസസ്മെൻറ്റ് ഇയർ ഒന്നും നിങ്ങളെ കൊണ്ട് പഠിച്ചാലൊന്നും ആവില്ല. സോ ജസ്റ്റ് ഓർമ്മിക്കുക 100% യു വിൽ ഗെറ്റ് 35 CCC. Expenditure on skill development project CCD, expenditure incurred by a company on skill development project ആണെങ്കിൽ 100% ഡിഡക്ഷൻ കിട്ടും. സോ ഇത് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക, 100% ഡിഡക്ഷൻ കിട്ടുന്ന വേറൊരു 3 ഐറ്റംസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ അമോർട്ടൈസേഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ്. ഈ പ്രിലിമിനറി എക്സ്പെൻസ് നിങ്ങൾക്കറിയാലോ, അതായത് കമ്പനി സ്റ്റാർട്ടായിട്ടില്ല, കമൻസ്മെൻ്റ് ഇല്ല. കമൻസ്മെൻറ്റ് ഈ ഡേറ്റിനാണെങ്കിൽ കമൻസ്മെൻറ്റിന് മുന്നേ ചിലവാക്കിയ എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് എക്സ്പെൻസ് എന്ന് വിളിക്കുക, പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് വിളിക്കുക. ഓക്കെ, കമ്പനി സ്റ്റാർട്ടാകുന്നതിന് മുൻപേ, കമ്പനിയുടെ കമൻസ്മെൻറ്റിന് മുന്നേ ചിലവാക്കിയ എക്സ്പെൻഡിച്ചറിനെയാണ് ഈ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് വിളിക്കുക. നമ്മൾ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രിലിമിനറി എക്സ്പെൻസ് കുറച്ചായിട്ട് പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുക ചെയ്യാം. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളത് നമ്മളവിടെ കാണിക്കലുണ്ട് അസറ്റ് സൈഡിൽ, കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ റെഗുലർ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കമ്പനീൻ്റെ റൂൾ അനുസരിച്ചിട്ട് ഇവിടെ റൈറ്റ് ഓഫ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ കുറച്ച് പൈസയായിട്ട് റൈറ്റ് ഓഫ് ചെയ്യും നമ്മൾ എവിടെ ഇട്ടിട്ട് P&L അക്കൗണ്ടിൽ ഇട്ടിട്ട്. പക്ഷേ ടാക്സ് ഇതിന് വേറൊരു റൂള് പറയുന്നുണ്ട്, എത്ര പെർസെൻറ്റേജ് നമ്മളിങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യണം, എത്ര ഇയർ കൊണ്ട് ഇത് റൈറ്റ് ഓഫ് ചെയ്ത് തീർക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻകം ടാക്സ് നമ്മളോട് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായി പ്രിലിമിനറി എക്സ്പെൻസ്, കമൻസ്മെൻറ്റിന് മുന്നേ ചിലവാക്കിയ എക്സ്പെൻസുകൾ അതെന്തൊക്കെയാണെന്നറിയോ? കമൻസ്മെൻറ്റിന് മുന്നേ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്, പ്രിപ്പറേഷൻ ഓഫ് ഫീസിബിലിറ്റി റിപ്പോർട്ട്, കണ്ടക്ടിങ് മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്യാനുള്ള എക്സ്പെൻസ്, പിന്നെ എൻജിനീയറിംഗ് സർവീസസിനുള്ള സംഭവങ്ങൾ. പിന്നെ ലീഗൽ ചാർജസ് ഫോർ ഡ്രാഫ്റ്റിംഗ് എഗ്രിമെൻറ്റ്സ്, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എല്ലാം ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ലീഗൽ ചാർജസ്. പിന്നെ ഇതൊക്കെ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രിൻറ്റിംഗ് കോസ്റ്റ്, രജിസ്ട്രേഷൻ ഫീ, ഇഷ്യൂ എക്സ്പെൻസ് ആൻഡ് അതർ എക്സ്പെൻസ്, ഇതൊക്കെയാണ് പ്രിലിമിനറി എക്സ്പെൻസിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം പഠിച്ചു വെക്കുക. ഓക്കെ, എല്ലാം ഒന്നും എഴുതാൻ പറ്റുന്നില്ലേ, കുറച്ചെങ്കിലും പഠിച്ചിട്ട് ആൻഡ് അതർ എക്സ്പെൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നുള്ള വേർഡ്, വേറെ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിലിമിനറി എക്സ്പെൻസ് എന്ത് ചെയ്യണമെന്ന് ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. ഇൻകം ടാക്സ് പ്രത്യേകം പറയുന്നുണ്ട്, പ്രിലിമിനറി എക്സ്പെൻസ് ഇൻകേർഡ് ഓൺ ഓർ ആഫ്റ്റർ 1498 മാത്രമേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവൂ. ഈ ഇയറിന് ശേഷം ഇൻകർ ചെയ്ത പ്രിലിമിനറി എക്സ്പെൻസ് മാത്രമേ നമ്മൾ ഡിഡക്ഷന് ക്ലെയിം ചെയ്യാൻ ഇൻകം ടാക്സ് അനുവദിക്കുന്നുള്ളൂ. ഡിഡക്ഷൻ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഉണ്ടാവുക. അതെന്തിനാ 20% എന്ന് എഴുതിയ? 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുമ്പോൾ 20%, 20%, 20%, 20%, 20% അല്ല, 5 എണ്ണം ഇത് ചേർന്നാലല്ലേ ഫുൾ 100 ആവുക. അതുകൊണ്ടാണ് ഇവിടെ 20% എന്ന് എഴുതിയത് കേട്ടോ. 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്
കിട്ടണമെങ്കിൽ, ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ഇത് ഏത് ഡേറ്റിന് മുന്നേ അല്ലെങ്കിൽ ഈ ഡേറ്റിന് മുന്നേ 1/4/98 അതിന് മുന്നെയോ ഇൻകർ ചെയ്ത പ്രിലിമിനറി എക്സ്പെൻസ് ആയിരിക്കണം. പ്രിലിമിനറി എക്സ്പെൻസിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ വരും. ഇനി പ്രിലിമിനറി എക്സ്പെൻസ് 100 ഏതോ ഒരു എമൗണ്ടിനാ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ? ഏത് എമൗണ്ട്, ഇവിടെ ഏതാണ് പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ എമൗണ്ട് എന്നുള്ളത് നിങ്ങളടുത്ത് പറയുന്നുണ്ട്. സോ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ രണ്ടിൽ ഏതാണോ ഹയർ അതാണ് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ 5% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് എടുക്കുക, അതിൻ്റെ 5% കാണുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എടുക്കുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണെന്ന് പറയാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിച്ച ആൾക്കാരാണെങ്കിൽ ഈ സംഭവം അറിയായിരിക്കും. 5% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ഇതിൽ ഹയർ എടുക്കുക. ഓക്കെ, ഇതിൽ ഹയറിന് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഹയർ എടുക്കുക, ഹയറിന് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എപ്പോഴാണോ ബിസിനസ് കമൻസ് ചെയ്തത്, ഫോർ എക്സാമ്പിൾ ബിസിനസ് കമൻസ് ചെയ്തത് 1920 ഈ 1920 മുതൽ 5 വർഷം, അപ്പോൾ 21, 22, 23, 24 ഈ 5 വർഷത്തിൽ എന്ത് കിട്ടും? നമുക്കിതിൻ്റെ ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിലൊരു ഭാഗം കിട്ടും, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന പ്രിലിമിനറി എക്സ്പെൻസ്. ഇനി പ്രിലിമിനറി എക്സ്പെൻസ് നിങ്ങളെ ബുക്കിൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു കമ്പനീൻ്റെ കേസാണിത്. ഇതിൽ നമ്മുടേത് ഒരു നോൺ കോർപ്പറേറ്റ്, അതായത് കമ്പനി അല്ലാത്ത ഒരു റെസിഡൻറ്റ് SSC ആണെങ്കിൽ, സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ 5% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് മാത്രം എടുക്കുക. അവിടെ ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ടാവില്ല. നോൺ കോർപ്പറേറ്റ് SSC ആണെങ്കിൽ ഇത് കമ്പനി ഫോമിനാണ് ഈ ഒരു പറഞ്ഞിരിക്കുന്ന സാധനം ഇവിടെ കൊടുത്തത്. ടെക്സ്റ്റ് ബുക്കിൽ അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കമ്പനീസിൻ്റെ കാൽക്കുലേഷൻ ആണെങ്കിലാണ് പ്രിലിമിനറി എക്സ്പെൻസ് ഈ വഴിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നോൺ കോർപ്പറേറ്റ് ആണെങ്കിൽ, കമ്പനി അല്ലാത്ത വേറെ ഏതെങ്കിലും SSCയുടെ പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ, ബിസിനസ്സിലെ പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ കാര്യം പറയുന്നെങ്കിൽ ബാക്കി എല്ലാ സ്റ്റെപ്സും ഓക്കെ. ബട്ട് ഏത് വേണ്ട? ഇത് വേണ്ട. 5% ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് എടുക്കുക, അതിന് 5 ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എപ്പോഴാണോ കമൻസ് ചെയ്ത് അതിന് ശേഷം എഴുതുക. ഇനി പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് പുതിയ കമ്പനി, ന്യൂ കമ്പനി, സോ കമൻസ്മെൻറ്റിന് മുന്നേ. ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനിയാന്ന് വെച്ചോ, ഓൾറെഡി നിലവിലുള്ള കമ്പനി, ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി പുതിയ യൂണിറ്റ് തുടങ്ങുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റൻഷൻ അല്ലേ, പുതിയ എക്സ്റ്റൻഷൻ വരും അല്ലേ, കമ്പനീസിന് വേറെ എന്തെങ്കിലും എക്സ്റ്റൻഷൻ, ലൈക്ക് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുക, വാട്ട് എവർ ഇറ്റ്. സോ എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഈ സമയത്തുള്ള പ്രിലിമിനറി എക്സ്പെൻസിനും നമുക്ക് ഇതേ മോഡലിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മാത്രമല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് പുതിയ യൂണിറ്റ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ, അതിന് വേറെ എന്തെങ്കിലും എക്സ്റ്റൻഷനൊക്കെ കൊടുക്കുകയാണെങ്കിലും അവിടെ വരുന്ന പ്രിലിമിനറി എക്സ്പെൻസിനും നമുക്ക് ഇതേപടി എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വായിച്ചു തരാം. പ്രിലിമിനറി എക്സ്പെൻസ് ഇൻകർ ചെയ്തത് പറഞ്ഞു. 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റിൽ ഡിഡക്ഷൻ കിട്ടും. സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, അല്ലെങ്കിൽ ന്യൂ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റിൽ, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ആ ഒരു യൂണിറ്റ് സ്റ്റാർട്ടായ ഡേറ്റിൽ. ഓക്കെ, ഡേറ്റ് മുതൽ 5 വർഷം. പ്രിലിമിനറി എക്സ്പെൻസ് എന്താണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മാക്സിമം ലിമിറ്റ് കാണാം. 5% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഓർ ദി ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, ഇതിലേതാണോ ഹയർ അത് എടുക്കാം. SSCക്ക് ഇഷ്ടമുള്ള എടുക്കാമെന്നാണ് പറയുന്നത്. എല്ലാവരും ഹയർ എടുക്കാനല്ലേ നോക്കുക, ഡിഡക്ഷൻ അല്ലേ. അപ്പോൾ മാക്സിമം ഡിഡക്ഷൻ കിട്ടി അത്ര കണ്ട് ടാക്സ് കുറയും. സോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി SSC എന്ന് ഇവിടെ പറയുന്നത്. ബട്ട് ഏതാണോ ഇതിൽ ഹയർ അതായിരിക്കും SSC ചൂസ് ചെയ്യുക. SSCക്ക് വട്ടുണ്ടോ? ഇല്ലല്ലോ. സോ ഹോപ്പ്ഫുള്ളി അയാൾക്ക് വട്ടില്ല എന്ന്, അയാൾ ഹയർ എമൗണ്ട്, എന്തുകൊണ്ടാണ് ഹയർ എമൗണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഡിഡക്ഷൻ ആകുമ്പോൾ മാക്സിമം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനാണ് നമ്മൾ നോക്കുക. ഇനി നമ്മളോട് ഇവിടെ 5% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റിൽ എന്തൊക്കെ പെടും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, വായിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, പ്ലാന്റ് വാങ്ങേണ്ട, ലാൻഡ് വാങ്ങിക്കേണ്ട, അങ്ങനെയുള്ള സാധനങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അടുത്തത് നിങ്ങളോട് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്.
ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ ഡിബഞ്ചർ ആഡ് ചെയ്യുക, ലോങ് ടേം ബോറോയിങ്സ് ആഡ് ചെയ്യുക. ഈ 3 സാധനങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, എന്നിട്ടോ നമ്മൾ എങ്ങനെ ഇത് അമോർട്ടൈസ് ചെയ്യുക, എങ്ങനെ ഈ പ്രിലിമിനറി എക്സ്പെൻസ് അമോർട്ടൈസ് ചെയ്യുക? ഇങ്ങനെ കിട്ടുന്ന പ്രിലിമിനറി എക്സ്പെൻസ്, ഇതിൽ ഹയർ ആയിട്ടുള്ള പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അമോർട്ടൈസേഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് 5 ഇയർ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. സ്റ്റാർട്ടിങ് ഫ്രം ദ ഡേറ്റ് നമ്മൾ കമൻസ്മെൻറ്റിൻ്റെ ഡേറ്റ് മുതൽ കൊടുക്കും. ദി അമോർട്ടൈസേഷൻ ഓഫ് ഫോർ എക്സ്റ്റൻഷൻ, ഞാനിപ്പോൾ പറഞ്ഞ എക്സ്റ്റൻഷൻ ഓർ സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ യൂണിറ്റ് അലവബിൾ ഫോർ ഓൾ സെക്ടേഴ്സ് ഇൻക്ലൂഡിങ് സർവീസ് സെക്ടർ. അത് അസസ്മെൻറ്റ് ഇയർ 10-11 മുന്നേ ഇത് പറ്റൂലേന്ന് ഇപ്പോൾ അത് പറ്റും. നമ്മളിപ്പം പറ്റും എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഫോർ അമാൽഗമേഷൻ ഓർ ഡീമർജർ ഇൻകേർഡ് ആഫ്റ്റർ 31/3/1999 ഷാൾ ബി റിട്ടേൺ ഓഫ് ഇൻ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. ഇവിടെ തന്ന അതേ ഡേറ്റാണ് ഇവിടെ തന്നത്. ഇവിടെ ഓൺ ഓർ ആഫ്റ്റർ എന്നാ, ഈ ഡേറ്റിനോ ഈ ഡേറ്റിന് മുന്നെയോ. ഇവിടെ ആഫ്റ്റർ 31/3/98 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. സോറി, അതെന്താ അവിടെ 99 വന്നത്? ഓക്കെ, ഇവിടെ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. അതിന് ഡീമർജറിൻ്റെ കേസിൽ 99 ആണോ വരുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഓക്കെ, എനിവേ ഡേറ്റ് നിങ്ങൾ അത്യാവശ്യം കാര്യമായിട്ട് പഠിക്കൂല. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. നോ, ഡേറ്റ് ഞാൻ എൻ്റെ വേറെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഡേറ്റ് കാണുന്നില്ല. സോ അതൊന്ന് നോക്കണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. അവിടെ എന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അമാൽഗമേഷൻ നടക്കുവാണ്. ഓക്കെ, അമാൽഗമേറ്റിംഗ് കമ്പനി ഉണ്ടാവും. അമാൽഗമേറ്റിംഗ്, അതായത് എ എന്ന് എഴുതുവാണ്. എ ആണ് ഇല്ലാണ്ടാവാൻ പോകുന്നത്. എ എന്തിലോട്ടാണ് അമാൽഗമേറ്റ് ആവുന്നത്? ബിയിലോട്ട്. ഇത് അമാൽഗമേറ്റഡ് കമ്പനി, ഇത് ഇല്ലാണ്ടാവും. അപ്പോൾ ഇവർക്ക് ഓൾറെഡി പ്രിലിമിനറി എക്സ്പെൻസ് അമോർട്ടൈസ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്. 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 5 വർഷം നമുക്ക് ചെയ്തുകൂടെ? ഇതിൽ ഓൾറെഡി 2 വർഷമായിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. 2 വർഷം അവർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തു, ഇനിയും 3 വർഷം അവർക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ ബാക്കിയുണ്ട്. ആ സമയത്താണ് അമാൽഗമേഷൻ നടക്കുന്നതെങ്കിൽ ഈ 3 വർഷത്തെ ഡിഡക്ഷൻ ആർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും? പുതിയ കമ്പനിയായ ഈ ഒരു കമ്പനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്ന പോയിൻ്റാണ് അത്. അത് അമാൽഗമേഷൻ മാത്രമല്ല, ഡീമർജർ നടക്കുവാണെങ്കിൽ ആ കേസിലും ഇതേപോലെ തന്നെ. ഇപ്പോൾ ഡീമേർജ് ചെയ്യുന്ന കമ്പനിയിൽ ഇതേപോലത്തെ ഒരു ബാക്കി ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്യാൻ ബാക്കി എമൗണ്ട് ഉണ്ടെങ്കിൽ അത് റിസൾട്ടിങ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു പോയിന്റ്. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. സോ ഓർമ്മിക്കേണ്ട പോയിന്റ് പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ അമോർട്ടൈസേഷൻ ആണ്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്താണെന്ന് പഠിക്കാം. കമ്പനി SSC ആണെങ്കിൽ 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഇതിൽ ഹയർ എടുക്കുക, 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആക്കുക. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് മുതൽ, ഇനി പുതിയ യൂണിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ആണെങ്കിലും സെയിം. ഇവിടെ എക്സ്റ്റൻഷൻ ഡേറ്റ് എടുക്കുക, അല്ലെങ്കിൽ ന്യൂ യൂണിറ്റ് ഉണ്ടായ ഡേറ്റ് എടുക്കുക. അത് മുതൽ 5 വർഷം നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. നോൺ കോർപ്പറേറ്റ് SSC ആണെങ്കിൽ 5% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റാണ് എടുക്കേണ്ടത്. അമാൽഗമേഷനും ഡീമർജറൊക്കെ ഉണ്ടാകുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ ആർക്ക് പറ്റും? അമാൽഗമേറ്റഡ് കമ്പനിക്ക് പറ്റും, അല്ലെങ്കിൽ റിസൾട്ടിങ് കമ്പനിക്ക് പറ്റും. ഓക്കെ, സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് എക്സ്പെൻഡിച്ചർ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ്. Expenditure on voluntary retirement will be written off in 5 equal installment in 5 successive years. അത്രേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെയും കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലെല്ലാം വളരെ ചുരുക്കിയിട്ടാണ് കൊടുത്തത്. അതിൽ നിങ്ങൾക്ക് സമാധാനിക്കാം. സോ വോളണ്ടറി റിട്ടയർമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അതിന് 5 വർഷത്തിലേക്ക് ഡിവൈഡ് ചെയ്യുക, 5 വർഷം ഡിഡക്ഷൻ കൊടുക്കുക. എക്സ്പെൻഡിച്ചർ ഓൺ പ്രോസ്പെക്റ്റിംഗ് സർട്ടൺ മിനറൽസ് കുഴിച്ചെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനെന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വരികയാണെങ്കിൽ 10 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 10 വർഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. എക്സ്പെൻഡിച്ചർ ഓൺ ഫാമിലി പ്ലാനിങ്. സോ ഫാമിലി പ്ലാനിങ്ങിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ നമുക്ക് പറയാം. സോ എക്സ്പെൻഡിച്ചർ ഓൺ ഫാമിലി പ്ലാനിങ് ആണ്. സോ SSCയുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ SSCയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഇടയിൽ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ചിലവാക്കുകയാണെങ്കിൽ ആ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ 2 ഹെഡിലോട്ട് കൊണ്ടുവരിക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ചിലവാക്കിയതെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1 lakh ആണ് ചിലവാക്കിയതെങ്കിൽ അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ 20,000 കിട്ടും. ഈ 20,000
ഇതിൻ്റെ സക്സസീവ് ആയിട്ടുള്ള 5 വർഷങ്ങളിൽ ഇട്ടിട്ട് ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ആ പ്രീവിയസ് ഇയറിൽ തന്നെ നമുക്ക് 100% റവന്യൂ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്തത് 50,000 ആണെങ്കിൽ ആ പ്രീവിയസ് ഇയറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 50,000 എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ഇത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു അസറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസറ്റ് ആയിരിക്കുമല്ലോ. ഈ അസറ്റിന് കമ്പനിക്ക് പറ്റൂല. SSC നോൺ കോർപ്പറേറ്റ് SSC ആണെങ്കിൽ, നോൺ കമ്പനി ടൈപ്പ് ഓഫ് SSC ആണെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്ന അസറ്റിന് അയാൾക്ക് ഡിപ്രിസിയേഷനും കൂടെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ വായിച്ചാൽ മതി കേട്ടോ. സോ ദിസ് വൺ സെക്ഷൻ നമ്പർ 36I9. Okay, so this one. Clause 1, subclause 9. അടുത്തത് അതർ ഡിഡക്ഷൻ. സെക്ഷൻ 36 പറയാനുള്ളത്. 36 സെയിം ഡിഡക്ഷൻസിനെ പറ്റി തന്നെയാണ് പറയുന്നത്. PGBP എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് അലൗബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ്. അലൗബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റിയ എക്സ്പെൻസുകളെയാണ് നമ്മൾ അലൗബിൾ എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. സോ അതിലൊന്നാമത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടക്കമാണ്. അത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, നമ്മുടെ ബിസിനസ്സിലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോറിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കാറ്റിൽ, ഇതിൻ്റെ മുകളിൽ ഇൻഷുറൻസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം അടക്കുകയാണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് ദി എംപ്ലോയി. എംപ്ലോയിൻ്റെ പേരിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണ്, എംപ്ലോയർ അതിന് പ്രീമിയം അടക്കുകയാണെങ്കിൽ എംപ്ലോയർക്ക് എന്ത് കിട്ടും? PGBP എന്ന് പറയുന്ന ഹെഡിൽ എംപ്ലോയർക്ക് ടാക്സിൻ്റെ ഡിഡക്ഷൻ കിട്ടും. ബട്ട് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ക്യാഷിലാണ് ഇത് പേ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡിഡക്ഷൻ നമുക്ക് കിട്ടൂല കേട്ടോ. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ത്രൂ ആയിരിക്കണം, അതർ ദാൻ ക്യാഷ് ആയിരിക്കണം. എനിവേ അതിവിടെ എഴുതിയിട്ടില്ല. ബോണസ് ഓർ കമ്മീഷൻ ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് കമ്മീഷൻ അല്ലെങ്കിൽ ബോണസ് കൊടുക്കുക. ഡിവിഡൻഡ് ബട്ട് ഈ ബോണസും കമ്മീഷനും ഡിവിഡൻഡിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നതാവാൻ പാടില്ല എന്ന് റൂൾസിൽ പറയുന്നുണ്ട്. അടുത്തത് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദി SSC ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഓൺ ക്യാപിറ്റൽ ബോറോഡ് ഫോർ ദ ബിസിനസ്. ബിസിനസ് ആവശ്യത്തിന് നിങ്ങൾ പൈസ കടം എടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ കടം എടുത്തിട്ടുണ്ട്. സോ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റും അലൗബിൾ ഡിഡക്ഷൻ ആണ്. ഇനി നിങ്ങൾ എഴുതേണ്ടത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് 0 കൂപ്പൺ ബോണ്ട് എന്ന് എഴുതിയാൽ മതി. എനിക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് 0 കൂപ്പൺ ബോണ്ട് എഴുതി വെച്ചോളെ. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് 0 കൂപ്പൺ ബോണ്ട് എന്ന് എഴുതിയാൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിൻറ്റ്സിനും കുറേ കണ്ടീഷൻസ് കൂടെ വരുന്ന പോയിൻറ്റ്സ് ആണ്. ബട്ട് നിങ്ങൾക്ക് അതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഹയർ സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് പറയുന്നത്. അടുത്തത് ഈ ഒരു സാധനം, ഇത് നമുക്ക് പറയാം ഏറ്റവും ലാസ്റ്റ്. ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് ലോസ് ഇൻ റെസ്പെക്ട് ഓഫ് ആനിമൽ കെപ്റ്റ് നോട്ട് എ സ്റ്റോക്ക് ഇൻ ട്രേഡ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആവശ്യത്തിന് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡായിട്ട് കീപ്പ് ചെയ്ത ആനിമൽ അല്ലാതെ വേറെ ഏതെങ്കിലും ആനിമൽ ഡൈ ചെയ്യുകയാണെങ്കിൽ ലോസ് ഇൻ റെസ്പെക്ട് ഓഫ് ആനിമൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ലോസ്, ഡെത്തോ വാട്ട് എവർ ഇറ്റ് ഈസ്. അടുത്തത് നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ബാഡ് ഡെറ്റ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ബട്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ബാങ്കിങ് കമ്പനീസിന് അത് അലൗബിൾ ആണ്. ഒരു ലിമിറ്റൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. സോ അതും നമുക്ക് ലിമിറ്റൊന്നും ഇവിടെ പറയുന്നില്ല. സോ നിങ്ങൾ ഓർമ്മിക്കുക, ബാഡ് ഡെറ്റ് ഇറിക്കവറബിൾ ആണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടൂല. STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്താൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. കമോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് CTT പേ ചെയ്താലും നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. സോ റിപ്പീറ്റിംഗ്, ഇൻഷുറൻസ് പ്രീമിയം ആരുടെ? സ്റ്റോക്കിന് അല്ലെങ്കിൽ സ്റ്റോറിന് അല്ലെങ്കിൽ കാറ്റിലിൻ്റെ മുകളിൽ എടുക്കുവാണെങ്കിൽ അതിൻ്റെ പ്രീമിയത്തിന് ഡിഡക്ഷൻ കിട്ടും. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയിക്ക് വേണ്ടി എടുത്തത് എംപ്ലോയർ അടക്കുകയാണെങ്കിൽ അതിന് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ. ബോണസ് ഓർ കമ്മീഷൻ പെയ്ഡ് ടു ദ എംപ്ലോയി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ കിട്ടും. ബട്ട് ഡിവിഡൻഡിൻ്റെ രൂപത്തിലായിരിക്കരുത് ബോണസും കമ്മീഷനും കൊടുക്കുന്നത്. ക്യാപിറ്റൽ ബോറോ ചെയ്തിട്ടുണ്ട് ബിസിനസ് ആവശ്യത്തിന്, സോ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ കിട്ടും. 0 കൂപ്പൺ ബോണ്ടിൻ്റെ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനും ഡിഡക്ഷൻ കിട്ടും. ആനിമൽ ലോസ് ചെയ്താൽ, ഇതല്ലാത്ത ആനിമൽ ലോസ് ചെയ്താൽ അതിന് ഡിഡക്ഷൻ കിട്ടും. ബാഡ് ഡെറ്റ് റിക്കവറബിൾ ആണെങ്കിൽ ഡിഡക്ഷൻ കിട്ടും. STT പെയ്ഡ് ആണെങ്കിൽ ഡിഡക്ഷൻ കിട്ടും. CTT പെയ്ഡ് ആണെങ്കിൽ ഡിഡക്ഷൻ കിട്ടും.
ഇനി എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ടു RPF റെക്കഗ്നൈസ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട്, അല്ലെങ്കിൽ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക്, അല്ലെങ്കിൽ അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്ക്, അല്ലെങ്കിൽ നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക്. ഓക്കെ, ഈ 4-ൽ എന്തിലെങ്കിലും എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും ആ പർട്ടിക്കുലർ എംപ്ലോയറിൻ്റെ ആ ബിസിനസ്സിന്. ഓക്കെ, സോ ഇതിൽ പെൻഷൻ സ്കീമിലോട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പം അത് എംപ്ലോയിയുടെ സാലറിയുടെ 10% കൂടാൻ പാടില്ല. അപ് ടു 10% വരെ ഈ എംപ്ലോയർക്ക് പെൻഷൻ സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം, എംപ്ലോയിയുടെ പെൻഷൻ സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അത് എംപ്ലോയിയുടെ സാലറിയുടെ 10% കൂടാൻ പാടില്ല. അങ്ങനെ ആകെ ഡിഡക്ഷൻ കിട്ടൂല. അപ് ടു 10% ഓഫ് സാലറിയാണ് പെൻഷൻ സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പോയിന്റ്. ഓക്കെ, ദിസ് വൺ ഇതും കൂടെ വായിക്കാം. ഓക്കെ, ഇതിനൊക്കെ സെക്ഷൻ 43B ആപ്ലിക്കബിൾ ആണ്. ബട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് എവിടെയും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഇതൊക്കെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ എല്ലാ സബ്ജക്റ്റ് 43B എല്ലാത്തിൻ്റെ കൂടി നിങ്ങൾക്ക് വലിയ ടെക്സ്റ്റൊക്കെ എടുത്തു നോക്കിയാൽ പറ്റും. ബട്ട് ഇവിടെ അതൊന്നും ഇല്ല. സോ ഇതും കൂടെ പഠിക്കുക. സോ സെക്ഷൻ 36 പറഞ്ഞിരിക്കുന്നത് അതർ ഡിഡക്ഷൻസ് ആണ്. അതർ ഡിഡക്ഷനിൽ നമ്മൾ 10 പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നൗ സെക്ഷൻ നമ്പർ 37 നമ്മൾ റെസിജ്വൽ സെക്ഷൻ എന്നാണ് വിളിക്കുക. റെസിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താടാ? ഒന്നുമില്ല, ബാക്കിയുള്ളതെല്ലാം ഇടുന്ന സാധനമല്ലേ റെസിജ്യു അല്ലേ? എല്ലാം ഇമ്പോർട്ടൻ്റുള്ള സാധനമെല്ലാം പോയിട്ട് ബാക്കിയെല്ലാം ഇടുന്നതിനെ റെസിജ്വൽ എന്നുള്ള വേർഡിൽ ഉദ്ദേശിക്കുക അല്ലേ? നമ്മൾ പ്രൊഡക്ഷനിലെല്ലാം റെസിജ്വൽ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷനിലെ പ്രോഡക്റ്റ് ഉണ്ടായി ആൻഡ് ദ വേസ്റ്റിൽ അതിനാണ് റെസിജ്വൽ എന്ന് പറയാം. അപ്പോൾ ഈ റെസിജ്വൽ ഐറ്റം സെക്ഷൻ എന്താ വിളിക്കുന്നതെന്ന് വെച്ചാൽ, വേറെ ഒന്നിലും പെടാത്ത വല്ല എക്സ്പെൻഡിച്ചറും ഉണ്ടെങ്കിൽ ഏതിലോട്ട് ഇട്ടോളൂ? സെക്ഷൻ നമ്പർ 37 നോക്കൂ. ഇതിലുള്ള കണ്ടീഷൻസ് ഈ എക്സ്പെൻഡിച്ചർ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് കൊടുത്തോളൂ? ഡിഡക്ഷൻ. നമ്മളിപ്പോൾ ഇത്രയും ഡിഡക്ഷൻസ് പഠിച്ചു. എന്നിട്ട് നിങ്ങളുടെ കയ്യിലൊരു എക്സ്പെൻഡിച്ചർ വന്നു. ഈ എക്സ്പെൻഡിച്ചർ നിങ്ങൾ നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നിലും വന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സെക്ഷൻ 37 നോക്കും. 37 പറഞ്ഞിരിക്കുന്ന 4 കണ്ടീഷൻസ് ഇത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ നോക്കും. ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനും നമ്മൾ എന്ത് കൊടുക്കും? ഡിഡക്ഷൻ കൊടുക്കും. ഓക്കെ, സോ സെക്ഷൻ നമ്പർ 37 അതെന്തൊക്കെയാണ് കണ്ടീഷൻ? എക്സ്പെൻഡിച്ചർ പേഴ്സണൽ നേച്ചറിനാവാൻ പാടില്ല. എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ നേച്ചർ ആവാൻ പാടില്ല. There should be spent for the business or profession of the SSC. Expenditure should not be in the nature specified in the section 30 to 36. ഇതുവരെ പറഞ്ഞതിലൊന്നും പെടാത്ത എക്സ്പെൻഡിച്ചറും ആയിരിക്കണം. ഓക്കെ, ഇതുവരെ ഈ എക്സ്പെൻഡിച്ചർ ഇതുവരെ പറയാത്ത ഈ 30 to 36 സെക്ഷനിൽ വരരുത്. പേഴ്സണൽ നേച്ചർ ആവരുത്, ക്യാപിറ്റൽ നേച്ചർ ആവരുത്. ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടി ചിലവാക്കിയ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമുക്ക് ഇതിനും എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ദിസ് ഇസ് സെക്ഷൻ നമ്പർ 37.